ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. 50 വയസ്സായിട്ടുള്ള രശ്മിയും കല്യാണം കഴിച്ചു എന്നുള്ളൊരു വാർത്ത. അതും സ്വന്തം മക്കൾ തന്നെ മുൻകൈ എടുത്താണ് കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിട്ടുണ്ടായിരുന്നു. ജയപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജയപ്രകാശ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു രശ്മിയെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അത് ഈ ഒരു രശ്മിക്ക് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അതിനുശേഷം രശ്മി കല്യാണം കഴിക്കുകയും അതിനുശേഷം കുട്ടികളൊക്കെ ഉണ്ടാവുകയും വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഭർത്താവ് മരിച്ചു, മക്കളൊക്കെ വലുതായി, അവർ കല്യാണം കഴിച്ചു. ഈ ഒരു രശ്മി ഒറ്റയ്ക്കായിരുന്നു നാട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കൾക്ക് തന്നെ ഒരു കാര്യം തോന്നുന്നത്, ഇങ്ങനെ അമ്മ ഒറ്റയ്ക്കാണ്, ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുന്നതൊന്നും തന്നെയില്ല. അങ്ങനെയാണ് അവസാനം 2 പെൺമക്കളും കൂടെ തീരുമാനിക്കുന്നത് അമ്മയുടെ കല്യാണം കഴിപ്പിക്കാമെന്നുള്ള രീതിയിൽ. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒട്ടും ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ജയപ്രകാശിലേക്ക് എത്തുന്നത്, അവരെ കല്യാണം നടക്കുന്നതൊക്കെ. ഇതിന് ശേഷം ഈ ഒരു വീഡിയോസൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ ഒരു അമ്മയ്ക്കെതിരെയും മക്കൾക്കെതിരെയും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും, ഈ പ്രായത്തിന് ഇനി കല്യാണം കഴിക്കണം, എന്താണ് സ്വന്തം അമ്മയുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നാണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്കെതിരെയൊക്കെ ഭയങ്കര നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത്, ഞങ്ങളുടെ അമ്മയുടെ ഒരു സന്തോഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ, ഇത്രയും വയസ്സിലൊക്കെ ഒറ്റയ്ക്ക്. ഇനി ഞങ്ങളാണെങ്കിൽ 2 പേരും 2 സ്ഥലത്താണ്, ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുന്നത് തന്നെ അമ്മയ്ക്ക് പലപ്പോഴും ഇഷ്ടമല്ല, നാട്ടിൽ നിൽക്കുന്നതാണ് അമ്മയ്ക്ക് പലപ്പോഴും ഇഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഒറ്റയ്ക്കാവരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത്. അമ്മയ്ക്ക് അതിൽ കുഴപ്പമില്ല, ബാക്കി ആരെന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം മക്കൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു.